എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. കഴിഞ്ഞ OET റീഡിംഗ് വീഡിയോയിൽ പാർട്സിലെ ക്വസ്റ്റ്യൻസ് 4 സ്റ്റെപ്പ് സ്ട്രാറ്റജിയിൽ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാമെന്ന് നമ്മൾ കണ്ടിരുന്നു. ആ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ടൈപ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ് സെക്ഷനിൽ വായിച്ച് നോക്കിയപ്പോൾ ഒട്ടുമിക്ക നല്ലൊരു ശതമാനം OET ആസ്പിറൻസും പറഞ്ഞത് വൊക്കാബുലറി റിലേറ്റഡ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എക്സ്പ്രഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാം. ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്കാനിങ് ആണ്. ഇവിടെ നമുക്ക് സ്കിമ്മിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഇങ്ങനത്തെ വൊക്കാബുലറീസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ പാറാഫിൽ ബോൾഡൻ ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം നമ്മൾ നല്ല രീതിയിൽ സ്കാൻ ചെയ്താൽ മതി. സ്കാനിങ്ങിൻ്റെ സമയത്ത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ ഒരു വൊക്കാബുലറി പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ ഇടയിലാണോ, അങ്ങനെയാണെങ്കിൽ തന്നെ അത് എന്ത് എക്സ്പെരിമെൻ്റ് ആണോ, അല്ലെങ്കിൽ ഏതൊരു ഡിസീസ് കണ്ടീഷനെ കുറിച്ച് പറയുമ്പോഴാണോ ആ ഒരു വൊക്കാബുലറി പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ വർക്കിങ്ങിൻ്റെ പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷനായിട്ടാണോ ആ ഒരു വൊക്കാബുലറി പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ആദ്യം തന്നെ വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ആ ഒരു സെൻറ്റൻസിലായിരിക്കും ഈ ഒരു വൊക്കാബുലറി പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ആ സെൻറ്റൻസ് എന്ത് ഇൻഫോർമേഷനാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. സോ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം കാൻഡിഡേറ്റ്സിനും ആ വൊക്കാബുലറിയുടെ അർത്ഥവും മനസ്സിലാവും. OET ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് വായിക്കുന്ന മജോറിറ്റി ഓഫ് കാൻഡിഡേറ്റ്സിനും ഇതിൻ്റെ അർത്ഥം അറിയത്തില്ല എന്ന്. പക്ഷേ ആ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു വൊക്കാബുലറി പ്ലേസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ശതമാനം കാൻഡിഡേറ്റ്സും അതിൻ്റെ അർത്ഥം ഗസ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസുമായിട്ട് നോക്കാൻ നേരത്ത്. ഇൻ കേസ് നിങ്ങൾക്കത് ഗസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കാം. അതായത് ഓപ്ഷൻസിൽ കൊടുത്തേക്കുന്ന ഓരോ ആൻസേഴ്സും ഉണ്ടല്ലോ, അതായത് 1 വേർഡ് ആൻസർ ആയിരിക്കും കൊടുക്കുന്നത്, അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. സോ ആ ഒരു വേർഡ് എടുത്ത് റീപ്ലേസ് ചെയ്യുക, അതായത് പാറാഗ്രാഫിലോട്ട് വെച്ച് നോക്കുക, പാറാഗ്രാഫിൽ കൊടുത്തേക്കുന്ന വേർഡിന് പകരം. എന്നിട്ട് അതേ മീനിങ് തന്നെയാണോ നമ്മൾ പുതിയ വൊക്കാബുലറി പ്ലേസ് ചെയ്യുമ്പോഴും വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതായത് ഓപ്ഷൻ്റെ ആ ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ ആ ഒരു വേർഡ് എടുത്ത് നമ്മുടെ പാറാഗ്രാഫിൽ ഫിറ്റ് ചെയ്ത് നോക്കുക. ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അപ്പോഴും സെയിം മീനിങ് തന്നെയാണ് ആ ഒരു പാറാഗ്രാഫ് കൺവേ ചെയ്യുന്നതെങ്കിൽ അതാണ് ആൻസർ. മറിച്ചല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു 3 സ്റ്റെപ്പിലൂടെ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വൊക്കാബുലറി ഇരിക്കുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അത് പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് മലയാളത്തിൽ വ്യക്തതയോടെ മനസ്സിലാവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സമയം വൈകിപ്പിക്കാതെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഓപ്ഷൻസ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, ഓപ്ഷൻസ് പലപ്പോഴും ഡിസ്ട്രാക്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഇല്ലാതെ തന്നെ ആദ്യം നമുക്ക് പാറാഗ്രാഫിലെ ആ ഒരു ഏരിയ, അതായത് വൊക്കാബുലറി കിടക്കുന്ന ആ ഒരു ഏരിയ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? വാട്ട് ഡസ് ലെഗ് മീൻസ് ഇൻ 6th and 8th പാരഗ്രാഫ്? അതായത് 6ാമത്തെയും 8ാമത്തെയും പാരഗ്രാഫിൽ ലെഗ് എന്ന വാക്ക് എന്താണ് മീൻ ചെയ്യുന്നതെന്ന്. ഇവിടെ ഞാൻ 6ാമത്തെയും 8ാമത്തെ പാരഗ്രാഫ് മാത്രം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഏരിയ മാത്രം വായിച്ചു പോകാം. പിന്നെ ആദ്യം തന്നെ ലെഗ് എന്നുള്ള ഒരു ലിറ്ററൽ മീനിങ് ആയിരിക്കത്തില്ല ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ആ ഒരു ഏരിയ വായിച്ച് മനസ്സിലാക്കാം. സോ ആദ്യം തന്നെ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു വൊക്കാബുലറി പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം അവിടെ ഒരു റിസർച്ചിനെ പറ്റിയാണ് പറയുന്നത്, ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റി. അതിനെ പറയുന്നുണ്ട് വൂമ്പിലുള്ള ഒരു 4 ജീൻസ് ചേഞ്ച് ചെയ്തപ്പോൾ സ്കിൻ സെൽസ് iPS സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം പറയുന്നുണ്ട് ഇങ്ങനത്തെ ജീൻസിനെ യമനക ഫാക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ജീൻസിൻ്റെ ആൻറ്റി ഏജിങ് ഫാക്ടേഴ്സിനെ കുറിച്ച് സയൻറ്റിസ്റ്റിന് നേരത്തെ തന്നെ അവയർനെസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ആ ഒരു ഫ്രേസ്, ഇവിടെ ലെഗ് എന്ന വാക്കൊരു ഫ്രേസിലാണ് കൊടുത്തിരിക്കുന്നത്, ഇൻ ദ നെക്സ്റ്റ് ലെഗ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ ഇതൊരു ഇഡിയോമാറ്റിക് ഫ്രേസാണ്. ഇഡിയം അല്ല, ഇഡിയോമാറ്റിക് ഫ്രേസ്. അതായത് ഇതിൻ്റെ ഓരോ വാക്കിൻ്റെയും ലിറ്ററൽ മീനിങ് ആയിരിക്കത്തില്ല അതിൻ്റെ ഓവറോൾ മീനിങ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ ഞാൻ ഒരു പോളെ കണ്ണടച്ചില്ല എന്ന്. അത് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ നന്നായി ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല എന്നാണ് നമ്മൾ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓരോ വാക്കിൻ്റെയും മീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ അർത്ഥം എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ കണ്ണിന് എന്തോ ഒരു അസുഖമുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
എന്ന് പറഞ്ഞ പോലെയാണ് ഇംഗ്ലീഷിലെ ഫ്രേസിസം വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. ഇൻ ദ നെക്സ്റ്റ് ലെഗ് റിസർച്ചേഴ്സ് യൂസ്ഡ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈസ് ഹു കുഡ് ഹാവ് ദെയർ യമാനക ഫാക്ടേഴ്സ് മാനിപ്പുലേറ്റഡ് ഈസിലി. ഇവിടെ പറയുന്നത് അടുത്ത ലെഗിൽ, അതായത് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ അടുത്ത ലെഗിൽ സയൻറ്റിസ്റ്റ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈസിനെ യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് താഴത്തെ പാരാഗ്രാഫ് കൂടെ നോക്കാം. ഇൻ അനദർ ലെഗ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് മൈസ് വിത്ത് പ്രൊജേറിയ അണ്ടർവെന്റ് ദിസ് തെറാപ്പി. അതായത് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ അടുത്ത ലെഗിൽ പ്രൊജേറിയ ഉള്ള മൈസ് ഈ തെറാപ്പിയിലൂടെ കടന്നുപോയി. ഓക്കെ, സോ ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ വരുന്നത് എന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. അതായത് എക്സ്പെരിമെൻറ്റ് ആദ്യത്തെ ലെഗിൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിലെ ഒരു ലെഗിൽ എന്താണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈസിനെ യൂസ് ചെയ്തു. എക്സ്പെരിമെൻറ്റിൻ്റെ വേറൊരു ലെഗിൽ പ്രൊജേറിയ ഉള്ള മൈസിനെ യൂസ് ചെയ്തു. ഇപ്പം തന്നെ നമുക്കിതിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ട് കിട്ടും അല്ലേ. ഇനി നമുക്ക് ഓപ്ഷൻസ് കൂടെ നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്ഷൻ ഡി ആദ്യം നോക്കാം. ഓപ്ഷൻ ഡി കൊണ്ട് നമുക്ക് ഈ ഇൻ ദ നെക്സ്റ്റ് ലെഗ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓപ്ഷൻ ഡി എന്താണ്? പീരീഡ് എന്നാണ്. പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? കാലയളവ് അല്ലേ. അതായത് റിസർച്ചിൻ്റെ ആദ്യത്തെ കാലയളവിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അതായത് ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈസിനെ യൂസ് ചെയ്തു, വേറൊരു കാലയളവിൽ പ്രൊജേറിയുള്ള മൈസിനെ യൂസ് ചെയ്തു. ഇത് ഫിറ്റ് ആവുന്നുണ്ടോ? എക്സ്പെരിമെൻ്റ് ആദ്യത്തെ കാലയളവ് രണ്ടാമത്തെ കാലയളവ് എന്ന് പറയുമോ? അതായത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ആണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റിയിരിക്കും, പക്ഷേ ഈ ഒരു കോണ്ടക്സ്റ്റിൽ അത് ഫിറ്റ് ആകുന്നില്ല. ഇനി നമുക്ക് ലിംബ് നോക്കാം. ലിംബ് എന്ന് പറഞ്ഞാൽ അവയവമാണ്. ഓക്കെ, ഇവിടെ ലെഗിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് ആണ് അവിടെ സി ആയിട്ട് ഓപ്ഷൻ പ്ലേസ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ ഓയിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്, ഒരിക്കലും ലിറ്ററൽ മീനിങ് വരത്തില്ല. ബി എന്താണ്? കൺസെപ്റ്റ് എന്നാണ് അല്ലേ, അല്ലെങ്കിൽ ആശയം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് ആദ്യത്തെ ആശയത്തിൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈസിനെ യൂസ് ചെയ്തു, രണ്ടാമത്തെ ആശയത്തിൽ എന്താണ് പ്രൊജേറിയുള്ള മൈസിനെ യൂസ് ചെയ്തു. അർത്ഥം വരുന്നുണ്ടോ? ഇല്ല, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ. നമുക്കിനി എയിലോട്ട് പോകാം. എ എന്താണ്? സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഘട്ടം. നോക്കാം. എക്സ്പെരിമെൻ്റ് ആദ്യത്തെ ഘട്ടത്തിൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് മൈസിനെ യൂസ് ചെയ്തു, എക്സ്പെരിമെൻ്റിൻ്റെ അടുത്ത ഘട്ടത്തിൽ പ്രൊജേറിയുള്ള മൈസിനെ യൂസ് ചെയ്തു. അർത്ഥം കറക്റ്റായിട്ട് വരുന്നില്ലേ അല്ലേ? അതെ, ഘട്ടം തന്നെയാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് ഓപ്ഷൻ എ സ്റ്റേജ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് വേറൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. ഒരു വൊക്കാബുലറി, കംപ്ലീറ്റ് ആയിട്ടൊരു വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യനിലോട്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചോദ്യവും ആ ഒരു പാരാഗ്രാഫും നന്നായിട്ടൊന്ന് വായിക്കുക. സോ ഈ ഒരു കേസിൽ നമുക്ക് ആ പാരാഗ്രാഫ് ഫുള്ള് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരൊറ്റ സെൻറ്റൻസ് മാത്രം വായിച്ചു നോക്കിയാൽ മതി അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓപ്ഷൻസ് ഇവിടെ ഞാൻ ഹൈഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇനി ആ സെൻറ്റൻസ് വായിക്കാം. റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് participants aged 65 or older appear to experience a slower progression of the disease than young participants. ഇതിൻ്റെ അർത്ഥം എന്താണ്? റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചു 65 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള പാർട്ടിസിപ്പൻസ് അവരുടെ ഡിസീസ് സ്ലോവർ പ്രോഗ്രഷൻ ആയിരുന്നു യങ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുന്നതായിരുന്നു. അതായത് ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരിൽ ഈ ഒരു ഡിസീസിന് സ്ലോവർ പ്രോഗ്രഷൻ ആയിരുന്നു യങ് ആയിട്ടുള്ള ആൾക്കാരെ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ. ഈ ഒരു മീനിങ് ആണ് ഇവിടെ. നമുക്ക് പ്രോഗ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഗ്രഷൻ നമ്മൾ അത്യാവശ്യം എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് അല്ലേ, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വാക്കൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ ട്രിക്ക് ഓയിട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ഉത്തരം തെറ്റിക്കാൻ വേണ്ടി. അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്ഷനിലൂടെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഡി വരെ പറയുന്നത് എന്താണ്? കോൺവാലസൻസ്, സി റിക്കവറി, ബി ഇംപ്രൂവ്മെൻറ്റ്, എ ഡീറ്റീരിയേഷൻ. ഇതിലേത് മീനിങ് ആണ് വരുന്നത്? നമ്മൾ പ്രോഗ്രഷൻ എന്ന വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോഗ്രഷൻ്റെ അർത്ഥം എന്താണ്? ഹി പ്രോഗ്രസ്ഡ് ഇൻ ഹിസ് അക്കാഡമിക് പെർഫോമൻസ് എന്ന് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ ഹിസ് ലെവൽ ഓഫ് പ്രോഗ്രസ് ഇൻക്രീസ്ഡ് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ പ്രോഗ്രസിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്? അഡ്വാൻസ്മെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പലപ്പോഴും സ്റ്റുഡൻസിന് കൊടുക്കാൻ നേരത്ത് മിക്കവരും ആൻസർ ചെയ്യുന്നത് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ശരിയാണോ? അല്ല, ഇമ്പ്രൂവ്മെൻറ്റ് തെറ്റാണ്. കാരണം അതിൽ ചെറിയൊരു സൂത്രപണി ഓയിറ്റി ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെ പറയുന്നത് എന്താണ്? എ സ്ലോവർ പ്രോഗ്രഷൻ ഓഫ് ദി ഡിസീസിൻ്റെ സ്ലോവർ പ്രോഗ്രഷൻ ഒരു പോസിറ്റീവ് ടേമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻസിലും പോസിറ്റീവ് ടേമേ തപ്പത്തുള്ളൂ. ഏതാണ്? ഇമ്പ്രൂവ്മെൻറ്റ് മിക്കവരും തന്നെ ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലവർ റിക്കവറി എന്ന് ഉത്തരം എഴുതാറുണ്ട്. കൺവാലസൻസിൻ്റെ അർത്ഥം ഏകദേശം ഇമ്പ്രൂവ്മെൻറ്റ് റിക്കവറി എന്നുള്ളൊരു അർത്ഥമാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ ഉത്തരം വരുന്നത് നമുക്കൊന്നും കൂടെ പരിശോധിക്കാം. പ്രോഗ്രഷൻ ഓഫ് ദി ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസിൻ്റെ പ്രോഗ്രഷൻ. ഓക്കെ, ഇവിടെ ആക്ച്വലി ആൻസർ വരുന്നത് എൻ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മീനിങ് വരുന്നത് ഡീറ്റീരിയറേഷൻ ആണ്.
കാരണം എന്താ, പലർക്കും സർപ്രൈസിങ് ആയിരിക്കും. കാരണം പ്രോഗ്രഷൻ ഒരു പോസിറ്റീവ് ടേം ആണ്, ഡീറ്റീരിയേഷൻ ഒരു നെഗറ്റീവ് ടേം ആണ്. നമുക്കിവിടെ നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹിസ് ക്യാൻസർ പ്രോഗ്രസ്ഡ് ഫ്രം ഫസ്റ്റ് സ്റ്റേജ് ടു സെക്കൻഡ് സ്റ്റേജ്. ഇവിടെ ഒരു പോസിറ്റീവ് അർത്ഥമാണ് പ്രോഗ്രഷൻ കാണിക്കുന്നത്? അല്ല, അല്ലേ? ക്യാൻസർ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലോട്ട് പ്രോഗ്രസ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാൻസർ വഷളായി എന്നാണ്, വോഴ്സൻഡ് ആയി എന്നാണ്. അതേസമയം ഹിസ് ഹെൽത്ത് കണ്ടീഷൻ പ്രോഗ്രസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് കാര്യമാണ് പറയുന്നത്. കാരണം ഹെൽത്ത് കണ്ടീഷനാണ് പ്രോഗ്രസ് ചെയ്തത്. സോ ഇംഗ്ലീഷിലെ ചില വൊക്കാബുലറിയുടെ പ്രത്യേകത ഏതാണ്, അത് ഓരോ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുമ്പോഴും അതിന് ഓരോ അർത്ഥമായിരിക്കും, ഓരോ കാര്യമായിരിക്കും അത് കൺവേ ചെയ്യുന്നത്. സോ ഹിസ് ഹെൽത്ത് കണ്ടീഷൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ ഹിസ് ന്യൂമോണിയ പ്രോഗ്രസ് അല്ലെങ്കിൽ ഹിസ് ക്യാൻസർ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് കാര്യമാണ്. ഇവിടെ പറയുന്നത് എന്താണ്, സ്ലോവർ പ്രോഗ്രഷൻ ഓഫ് ഡിസീസ് ഇൻ ഓൾഡർ പീപ്പിൾ, അല്ലെങ്കിൽ ഇൻ ഓൾഡർ പീപ്പിൾ അപ്പിയർ ടു എക്സ്പീരിയൻസ് എ സ്ലോവർ പ്രോഗ്രഷൻ ഓഫ് ദി ഡിസീസ്. അതായത് പ്രായമുള്ള ആൾക്കാരിൽ ഈ രോഗം വഷളാകുന്നത് പതുക്കെയായിരുന്നു, അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നത് അല്ലെങ്കിൽ രോഗം അഡ്വാൻസ് ചെയ്യുന്നത് പതുക്കെയായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, രോഗം വഷളാകുന്നത് അല്ലെങ്കിൽ രോഗം ഡീറ്റീരിയേറ്റ് ചെയ്യുന്നത് പതുക്കെയായിരുന്നു, ഓക്കെ എന്ന് ആണ്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം. ക്വസ്റ്റിനും പാരാഗ്രാഫ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഓപ്ഷൻസ് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ ഓൺ എ പാർ എന്ന എക്സ്പ്രഷൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇതിൻ്റെ മീനിങ് എന്താണ്, നമുക്ക് പാരാഗ്രാഫ് വായിച്ച് ഏകദേശം ഒരു മീനിങ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഈ പാരാഗ്രാഫിൻ്റെ ഒരു ഓവറോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ആ ഒരു ഓൺ എ പാർ എന്നുള്ളൊരു എക്സ്പ്രഷൻ അവിടെ ഊറ്റിയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സെൻറ്റൻസ്. ഇവിടെ പറയുന്നത് ഓസ്ട്രേലിയയിലൊരു മിത്തിനെ കുറിച്ചാണ്. ലോ ഓർഗൻ ഡൊണേഷൻ റേറ്റ് ആണ് ഓസ്ട്രേലിയയിലുള്ളത്. അതിനെ സംബന്ധിച്ചൊരു മിത്താണ് പറയുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്, ഓസ്ട്രേലിയയിൽ മരണം കുറവാണ്, മരണനിരക്ക് കുറവാണ്, അവരുടെ ബെറ്റർ ഹെൽത്ത് സിസ്റ്റം കാരണം. അതുകൊണ്ടാണ് അവിടെ ലോവർ ഓർഗൻ ഡൊണേഷൻ റേറ്റ് ഉള്ളത് എന്നാണ് ഒരു മിത്ത്. ആക്ച്വലി മിത്ത് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യം എന്നാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഒരു ജസ്റ്റ് ഒരു മിഥ്യാധാരണ എന്നൊരു സങ്കല്പമാണ് പോകുന്നത്. പിന്നെ പറയുവാണ്, why it is true that Australia's death rate is lower than many countries in the world. It's on a par with that of countries such as the USA, which has high organ donation rate as well as low death rate. സോ ഈ ഓസ്ട്രേലിയയിൽ കുറഞ്ഞ മരണനിരക്ക് കാരണമാണ് കുറഞ്ഞ ഓർഗൻ ഡൊണേഷൻ നിരക്ക് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുവാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ. എങ്ങനെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്, ഓസ്ട്രേലിയയിൽ ശരിയാണ് മരണനിരക്ക് കുറവാണ്, പക്ഷേ ഇറ്റ്സ് ഓൺ പാർ വിത്ത് USA. അതായത് USA ഓൺ പാറിലാണത്. USA പ്രത്യേകത എന്താണ്, അവിടെയും മരണനിരക്ക് കുറവാണ്, പക്ഷേ ഓർഗൻ ഡൊണേഷൻ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലോട് പറയാൻ ശ്രമിക്കുന്നത് ആ ഒരു മിത്ത് തെറ്റാണെന്നാണ്. ഏത് മിത്ത് ലോവർ ഓർഗൻ ഡൊണേഷൻ്റെ റീസൺ ലോവർ ഡെത്ത് റേറ്റ് ആണ് എന്നുള്ളത്. അതൊരു തെറ്റാണ്. കാരണം ഓസ്ട്രേലിയയിൽ ലോവർ ഡെത്ത് റേറ്റ് ആണ്, പക്ഷേ അതിലൂടെ തന്നെ പാറിൽ നിൽക്കുന്ന ഒരു രാജ്യമായ USA മരണനിരക്ക് കുറവാണ്, പക്ഷേ അവിടെ ഓർഗൻ ഡൊണേഷൻ റേറ്റ് കൂടുതലാണ്. സോ ഇവിടെ ഈ ഓൺ എ പാർ എന്ന് നമുക്ക് ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി എന്താണ്, ഇറ്റ്സ് ഹാർഡ് ടു അറൈവ് അറ്റ് ആൻ എക്സാക്ട് ഫിഗർ. അല്ല, ആ ഒരു കാര്യം ഇവിടെ ഒരു ഫിഗർ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. നോക്കാം, 2 figures ആർ റഫ്ലി സിമിലർ. 2 figures, ഇവിടെ ഈ 2 ഫിഗർ എന്ന് പറയാൻ ശ്രമിക്കുന്നത് ഏതൊക്കെയാണ് നോക്കാം. ഓസ്ട്രേലിയാസ് ഡെത്ത് റേറ്റ് ഈസ് ലോ, അല്ലേ? ഓസ്ട്രേലിയയുടെ ഡെത്ത് റേറ്റിനെ പറ്റിയല്ലേ ഇവിടെ പറയുന്നത്. ആ ഒരു ഫിഗറും ഓൺ എ പാർ കഴിഞ്ഞ് അടുത്ത ക്ലോസിൽ വരുന്ന ഏത് ഫിഗറിനെ പറ്റിയാണ് പറയുന്നത്, നമുക്കറിയാം USA ഫിഗറാണ്. USA ഏത് ഫിഗറാണ് അവർ എടുത്തിരുന്നത്, ലോ ഡെത്ത് റേറ്റിനെ പറ്റിയാണ് അവർ പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്നത്. അത് ഓൺ എ പാറിലാണെന്നാണ് പറയുന്നത്, അല്ലേ? സോ അത് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഈ ഒരു സെൻറ്റൻസിലൂടെ ഓതർ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ റൈറ്റർ പറയാൻ ശ്രമിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഡെത്ത് റേറ്റ് കുറവാണെങ്കിലും അതിൻ്റെ ആ ഒരു ലോ ഡെത്ത് റേറ്റ് എന്നുള്ള ഫിഗർ USA ആയിട്ടും റഫ്ലി സിമിലർ ആണ്. എന്നാൽ USA ഓർഗൻ ഡൊണേഷൻ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ലോവർ ഡെത്ത് റേറ്റ് ഉള്ളതുകൊണ്ടാണ് ലോ ഓർഗൻ ഡൊണേഷൻ റേറ്റ് ഉള്ളത് എന്നുള്ളൊരു മിത്ത് തെറ്റാണ്. സോ ഈ ഒരു കൺസെപ്റ്റാണ് റൈറ്റർ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നറിയാം, പക്ഷേ നമ്മൾ വ്യക്തതയോടെ ആ ഒരു
നമ്മൾ ആ ഒരു പാറാഫ് നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം കിട്ടും. അതായത് നമ്മൾ ആ ഒരു സെൻറ്റൻസ് മാത്രമായിരിക്കും ഇത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞില്ലേ, ആ ഒരു സെൻറ്റൻസിൽ കൊടുക്കുന്ന വൊക്കാബുലറി ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് മുതലേ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ്, ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടും അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഈ വൊക്കാബുലറി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സ്പ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മെയിൻലി നമ്മളിങ്ങനത്തെ ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് എസ്പെഷ്യലി യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതായത് കൂടുതൽ റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഉത്തരത്തോട്ട് അറൈവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഒരിക്കൽ കേട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വായിച്ച് കുറച്ച് അധികം സമയം എടുക്കേണ്ടി വരും. സെയിം വിത്ത് വൊക്കാബുലറി ഈ പറയുന്ന നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള വാക്കുകളൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ വൊക്കാബുലറി ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വൊക്കാബുലറി ഇരിക്കുന്ന ആ ഒരു സെൻറ്റൻസ് എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടാവുന്നതുള്ളൂ. തന്നെയല്ല OET എന്തെങ്കിലും ഒരു ക്ലൂ അവിടെ ഇടുമായിരിക്കും. ആ ഒരു സെൻറ്റൻസിലോ ഏതെങ്കിലും ഒരു ക്ലൂ ഉറപ്പായിട്ടും അവരിടും നമുക്കിതിൻ്റെ ഉത്തരത്തിലോട്ട് റീച്ച് ചെയ്യും. കാരണം അവർക്കറിയാം നമുക്ക് ഈ OET ആസ്പിറൻസിനൊക്കെ ഈ ഒരു വൊക്കാബുലറി ആയിട്ട് പരിചയം നല്ല രീതിയിൽ കുറവായിരിക്കുമെന്ന്. കാരണം ഇവരൊരു C1 അല്ലെങ്കിൽ ഒരു C2 ലെവൽ ഓഫ് വൊക്കാബുലറി ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ ഏത് കൈൻഡ് ഓഫ് ചോദ്യമാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ സീ യു ദെൻ, ടേക്ക് കെയർ, ബൈ.